കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം കുറച്ച് ക്യാരറ്റ് എടുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വയ്ക്കാം. നല്ല പഴുത്ത പപ്പായ എടുത്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വയ്ക്കാം. മാതളത്തിൻ്റെ തൊലി കളഞ്ഞ് അല്ലികളെടുത്ത് വയ്ക്കാം. കുറച്ച് നട്ട്സും കൂടി എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ക്യാരറ്റ് നന്നായി വേവിച്ചെടുക്കാം. വേവിച്ച ക്യാരറ്റ് തണുത്തതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം കട്ടപ്പാലും കൂടി എടുത്ത് വയ്ക്കാം. ജാറിലേക്ക് ക്യാരറ്റും പപ്പായയും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മാതളവും കൂടി ആഡ് ചെയ്യാം. മാതളം കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് നല്ല കട്ടപ്പാലും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. കട്ടപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വാനില ഐസ്ക്രീം കൂടി ഇടും കേട്ടോ. എന്നിട്ട് നമുക്കിത് ജാർ അടച്ചിട്ട് ഷേക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ട് അതിൽ മാതളവും കുറച്ച് ഐസ് ക്യൂബും ആഡ് ചെയ്തതിന് ശേഷം ജ്യൂസ് ഒഴിക്കുക. ഷേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ടോപ്പിൽ നമുക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ മാതളവും ഇട്ട് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് പീനട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ ഡെക്കറേഷനായിട്ട് ഒരു ഹേർട്ട് ടൈപ്പ് ക്യാരറ്റും കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. ചൂടിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റും കിട്ടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.